ഗുരുവായൂരപ്പ ശരണം. ഹരേകൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് അക്ഷയ തൃതീയ? നമുക്ക് നോക്കാം. വൈശാഖ മാസത്തിലെ വിശേഷ ദിവസങ്ങളിൽ ഏറെ പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ് അക്ഷയ തൃതീയ. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3-ാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയ എന്ന് അറിയപ്പെടുന്നത്. അക്ഷയ തൃതീയ ദിവസം നാം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കില്ല എന്നാണ് വിശ്വാസം. ഈ വർഷം ഏപ്രിൽ 30-നാണ് അക്ഷയ തൃതീയ വരുന്നത്. ഈ അക്ഷയ തൃതീയ ദിവസം പുണ്യകർമ്മങ്ങൾക്ക് വിഷ്ണുവിൻ്റെ ദർശനം ലഭിക്കുമെന്നും, അതായത് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ ദർശനം ലഭിക്കുമെന്നും, സർവ്വപാപങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കുമെന്നും പുരാണങ്ങളിൽ പറയപ്പെടുന്നു. ഈ സുദിനത്തിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക. പുരാണത്തിൽ വിഷമഘട്ടത്തിലായിരുന്ന ദേവേന്ദ്രനോട് ബൃഹസ്പതി ഉപദേശിക്കുന്നത് പ്രകാരമാണ്: ഇന്ദ്ര, ഒട്ടും വിഷമിക്കേണ്ടതില്ല. തൃതീയയിൽ യഥാവിധി സ്നാന ദാന വ്രതശുദ്ധിയോടെ ഭഗവാനെ ഭജിച്ചാൽ എല്ലാ പാപങ്ങളും നശിക്കും. ദേവദേവനായ പരമാത്മാവിൻ്റെ പ്രീതി ലഭിക്കും. പ്രകാരം ബൃഹസ്പതി ദേവേന്ദ്രനെ ഉപദേശിക്കുന്നുണ്ട്. ഈ ദിനത്തിൽ നമുക്ക് ഭാഗവത ശ്രവണം ചെയ്യാവുന്നതാണ്. കൂടാതെ വിഷ്ണുനാമജപം ചെയ്യാവുന്നതാണ്. മഹാവിഷ്ണുവിനോടൊപ്പം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ, ഈ അക്ഷയ തൃതീയ ദിനത്തിൽ ദാനധർമ്മം ചെയ്യാവുന്നതാണ്. നമ്മളാൽ കഴിയുന്ന ദാനം ചെയ്യാവുന്നതാണ്. വിശക്കുന്നവർക്ക് അന്നദാനം ചെയ്യുക. അന്നദാനമാണല്ലോ ഏറ്റവും മഹാദാനം. ഫലവർഗ്ഗങ്ങൾ, വസ്ത്രം തുടങ്ങിയവയും ഈ അക്ഷയ തൃതീയ ദിനത്തിൽ ദാനമായിട്ട് നൽകാവുന്നതാണ്. മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതിനൊപ്പം നമ്മുടെ കുലദേവതയെ ധ്യാനിക്കേണ്ടതുമാണ്. അക്ഷയ തൃതീയ ദിനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നോക്കാം. അക്ഷയ തൃതീയ ദിനത്തിലാണ് ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിച്ച് സ്വർണ്ണ നെല്ലിക്ക വർഷിപ്പിച്ച് ഒരു ഭക്തയുടെ ദാരിദ്ര്യദുഃഖം ശ്രീ ശങ്കരാചാര്യർ ശമിപ്പിച്ചത്. അതേപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അക്ഷയപാത്രം പാഞ്ചാലിക്ക് നൽകിയതും ഇതേ അക്ഷയ തൃതീയ ദിനത്തിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. വേദവ്യാസൻ മഹാഭാരത കഥ എഴുതി തുടങ്ങിയതും അക്ഷയ തൃതീയ ദിനത്തിലാണ്. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനെ കുചേലൻ കാണാൻ പോയതും ഈ അക്ഷയ തൃതീയ ദിനത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ദശാവതാരത്തിലെ അവതാര പുരുഷനായ പരശുരാമൻ ജനിച്ചതും അക്ഷയ തൃതീയ ദിനത്തിലാണെന്ന് പറയുന്നു. അതുകൂടാതെ ഭഗീരഥൻ തപസ് ചെയ്ത് ഗംഗാനദിയെ ഭൂമിയിലേക്ക് ഇറക്കിയതും ഈ പുണ്യദിനത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്രകാരം ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ദിനമാണ് അക്ഷയ തൃതീയ ദിനം. ഈ അക്ഷയ തൃതീയ ദിനത്തിൽ നമുക്ക് വീടുകളിൽ വാങ്ങിക്കേണ്ട 2 വസ്തുക്കൾ പറയാം. അരിയും ഉപ്പുമാണ് പ്രധാനമായും അക്ഷയ തൃതീയ ദിനത്തിൽ നാം വീടുകളിൽ എത്തിക്കേണ്ടത്. അന്നപൂർണാദേവിയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഇതുമൂലം നമുക്ക് ലഭിക്കുന്നതാണ്. ഏവരും ഈ അതിപ്രധാനമായ ദിവസത്തിൽ ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് ഭക്തിയോടുകൂടി ഭഗവത് നാമം ഉരുവിട്ട് ഈ ദിവസം നമുക്ക് ആചരിക്കാം. ഏവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.